ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവർക്കും ഈ സമയത്ത് നേർന്നുകൊള്ളുന്നു. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്യ ടിറ്റൂസ് തിരുമേനി, അഭിവന്യ സെറാഫിം തിരുമേനി, ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന സഹോദര പട്ടക്കാരെ, സെമിനാരി സുഹൃത്തുക്കളെ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇന്ന് വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്, ഒരു നിമിഷമാണ്. മാർത്തോമ സെമിനാരിയുടെ വാർഷിക പതിപ്പായ ചലനം, 2025 ആണ്ടിലേക്കുള്ള ചലനം ഇന്ന് അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനി ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നതാണ്. ഈ വർഷത്തെ ചലനത്തിൻ്റെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാലം, ദെൻ, നൗ, ഫോറെവർ. ഈ വാർഷിക പതിപ്പിന് ഈ ഒരു തീം എടുക്കാനായിട്ടിടയായത്, ഇതൊരു ബൈലിംഗ്വൽ ഫോർമാറ്റിലാണ് എടുത്തിരിക്കുന്നത്. കാലത്തിൻ്റെ വെളിച്ചത്തിൽ സമൂഹത്തെയും സഭയെയും പ്രപഞ്ചത്തെയും അപഗ്രഥിക്കുവാൻ കഴിയത്തക്ക വിധം എല്ലാവരെയും യൂണിവേഴ്സലായിട്ട്, ബോത്ത് റീജിയണൽ, ലോക്കൽ ആൻഡ് യൂണിവേഴ്സൽ, ആ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഒരു ബൈലിംഗ്വൽ ഫോർമാറ്റിൽ ഈ ഒരു തീം തിരഞ്ഞെടുത്തിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കൽ താജ്മഹലിനെ കുറിച്ച് പറയുകയുണ്ടായി, കാലത്തിൻ്റെ കവിളിലെ കണ്ണീർ കണം എന്നുള്ളത്. കാലത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ സംഭവങ്ങളെയും വിലയിരുത്തുവാനും മുന്നോട്ട് ഗമിക്കുവാനും ഈ വായനയിലൂടെ വായനക്കാർ ആസ്വദിക്കുകയും അത് സന്തോഷപ്രദമായി തീരുവാൻ നമ്മുടെ വിഷയങ്ങൾ കൂടുതൽ ആകർഷണീയമായിട്ടുള്ള വിധത്തിൽ എഴുതുവാൻ തക്കവണ്ണം അനേകർ ഇതിനായിട്ട് പ്രയത്നിച്ചു. അനേകരുടെ വലിയ സഹകരണമുണ്ടായി. അവരെല്ലാം ഈ സമയത്ത് ഓർത്തുകൊള്ളുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും എല്ലാം അറിയിച്ചുകൊണ്ട് അഭിവന്യ തിരുമേനിമാർ വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള പ്രബോധനങ്ങൾ, പ്രോത്സാഹനങ്ങൾ, അഭിവാദ്യങ്ങൾ അവരുടെ കുറിപ്പുകളിലൂടെ നൽകുകയുണ്ടായി. അഭിവന്യ തിരുമേനിമാരോടുള്ള പ്രത്യേക സ്നേഹവും കടപ്പാടും നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരുടെയും നാമത്തിൽ ഈ വർഷത്തെ വാർഷിക പതിപ്പ് കാലം, ദെൻ, നൗ, ഫോറെവർ, അത് പ്രകാശനം ചെയ്യുവാനായിട്ട് അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയോട് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊള്ളും. അഭിവന്യ ടിറ്റൂസ് തിരുമേനി അത് വാങ്ങുന്നതാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പുരാതനമായ സെമിനാരിയാണ് കോട്ടയത്തുള്ള വൈദിക സെമിനാരി. 100 വർഷം പൂർത്തിയാക്കുന്നതായിട്ടുള്ള ഈ കാലയളവിൽ കാലം എന്നുള്ള തീമിനെ അടിസ്ഥാനമാക്കി സെമിനാരിയുടെ പബ്ലിക്കേഷനായിട്ടുള്ള ചലനം ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നതിൽ എനിക്കതിയായിട്ടുള്ള സന്തോഷമുണ്ട്. വളരെയധികം ആളുകൾ ഈ ചലനം കയ്യിൽ കിട്ടി വായിക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നതായിട്ടുള്ള വ്യക്തികളാണ്. കാരണം പ്രൗഢഗംഭീരമായിട്ടുള്ള ലേഖനങ്ങൾ അടങ്ങിയതായിട്ടുള്ള ഒന്നാണ് ചലനം എന്നുള്ള സെമിനാരിയുടെ മാസിക. ഈ വർഷത്തെ പ്രത്യേകത, പല ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തും പല ആളുകൾ ലേഖനങ്ങൾ നൽകിയും ഒക്കെ ഈ ചലനം എന്നുള്ള വാർഷിക പതിപ്പ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോപ്പി ലഭിക്കുന്നതിനായിട്ടും വായിക്കുന്നതിനായിട്ടും ഏവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓരോ വർഷവും പ്രകാരമുള്ള ഓരോ തീമെടുത്ത് അത് അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് നൽകിക്കൊടുക്കുവാൻ കോൺഗ്രസ് സെമിനാരി എപ്പോഴും താല്പര്യപ്പെടുന്നു എന്നതിൽ ഞാൻ സെമിനാരിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ വർഷത്തെ തീം കാലം എന്നുള്ളതാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ എന്നൊക്കെ നമ്മൾ സാറിന് പറയാറുണ്ട്. അങ്ങനെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ എന്താണ് എന്നത് ഇതിൽ കൂടെ വായിച്ചെടുക്കാം എന്നത് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വായിച്ചില്ല, ഞാൻ വായിക്കാൻ പോകുന്നതേ ഉള്ളൂ. നൗ, ദെൻ ആൻഡ് ഫോറെവർ എന്നൊക്കെ പറയുന്ന അവസരത്തിൽ സാധാരണ ദൈവത്തെക്കുറിച്ചൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കാലൻ എന്നുള്ള ഒരാളെക്കുറിച്ച് എനിക്കറിയാം.
കാലം തികഞ്ഞോ എന്ന് ചോദിക്കുന്ന ചോദ്യം അറിയാം. കാലമായി എന്ന് പറയുന്നതായിട്ടുള്ള സംഗതി അറിയാം. കാലം ചെയ്തു എന്ന് പറയുന്നതായിട്ട് അറിയാം. ഇങ്ങനെയൊക്കെയുള്ള അനേക വാക്കുകൾ കാലവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊക്കെ പറയാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി ചിന്തോദ്ദീപകമായിട്ടുള്ള ഈ ചലനം സെമിനാരി പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയും എഡിറ്ററെ അഭിനന്ദിക്കുകയും സെമിനാരി പ്രിൻസിപ്പാളിനെ അഭിനന്ദിക്കുകയും ദേവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ ആശംസകളോടുകൂടി ഇത് ഞാൻ റിലീസ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മെത്രാപ്പൊലീത്ത തിരുമേനി, ഭിവന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സഹോദരങ്ങളെ, വർത്തമാ വൈദിക സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം ചലനം അതിൻ്റെ 53-ാമത്തെ പതിപ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ചിന്താവിഷയത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു. എന്നാൽ ഇനി അത് വായനയുടെ അനുഭവങ്ങളോടെയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. 53-ാമത്തെ ചലനം ഇന്ന് ഇവിടെ യാത്ര ആരംഭിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും അഭിമന്യ തിരുമേനിമാരോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ VS വർഗീസ് അച്ഛനോടും സുശീൽ C. ചെറിയൻ അച്ഛനോടും ഈ ചിന്തകളെ, ആശയങ്ങളെ പ്രഖ്യാപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യഗൗരവത്തോടുകൂടി മുൻപിൽ നിന്ന പ്രിയപ്പെട്ട സെമിനാരി വിദ്യാർത്ഥി സമൂഹത്തോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ചലനം അത് മുൻപോട്ട് തന്നെ പോകുമ്പോൾ ദൈവശാസ്ത്ര സമൂഹത്തെയും വിദ്യാർത്ഥികളെയും സഭയെയും ചലനാത്മകമാക്കുന്നതിൽ എപ്പോഴും സവിശേഷമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഇനിയും തുടരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എല്ലാവർക്കും ചലനത്തിൻ്റെ വായനയുടെ അനുഭവങ്ങളിലേക്ക് സ്വാഗതം. നന്ദി. താങ്ക് യു.